കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ മാധ്യമത്തിലൂടെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവർക്കും സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. നാം നിരന്തരമായി എബ്രായ ലേഖനത്തിൻ്റെ അധ്യായങ്ങളിലൂടെ വായിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്തു വരികയായിരുന്നു. ഇന്നത്തെ എബ്രായ ലേഖനത്തിൻ്റെ അധ്യായത്തിൽ നിന്ന് ചില ഭാഗങ്ങൾ ചിന്തിക്കേണ്ടതിനാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 32-33 വാക്യങ്ങൾ. ഇനി എന്ത് പറയേണ്ടു? ഗിദ്യോൻ, ബാരാക്ക്, ഷിംഷോൻ, ഇഫ്താഹ്, ദാവീദ് എന്നവരെയും ശമൂവേൽ മുതലായ പ്രവാചകന്മാരെയും കുറിച്ച് വിവരിപ്പാൻ സമയം പോരാ. വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി, നീതി നടത്തി, വാഗ്ദത്തം പ്രാപിച്ചു, സിംഹങ്ങളുടെ വായടച്ചു, തീയുടെ ബലം കെടുത്തു, വാളിൻ്റെ വായ്ക്ക് തെറ്റി, ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു, യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു, അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു. ഹല്ലേലൂയ. ഈ വചനഭാഗത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. വചനത്തെ ഒരുമിച്ച് ധ്യാനിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് കൃപ നൽകണം. ഹുഡലബധന വൈശസ്യാർത്ഥന ഗച്ഛസ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ജയമെടുത്ത് പ്രാർത്ഥിക്കും. ഞാൻ നിന്റെ നാവോട് കൂടെ ഇരിക്കും. നീ ഉപദേശിക്കേണ്ടുന്ന വചനങ്ങളെ നിന്റെ നാവിൽ തരും എന്ന വചനപ്രകാരം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കും. എൻ്റെ 1-ാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണനില്ല. നല്ല പ്രസംഗം എന്നെ കൊണ്ട് പൂർത്തീകരിപ്പാൻ കർത്താവ് എനിക്ക് തുണനിന്നു എന്ന വചനപ്രകാരം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കും. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. നമ്മുടെ വായിച്ച എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 32-ാമത്തെ വാക്യത്തിൽ നിന്ന് ഈ ഭാഗങ്ങളെ ചിന്തിച്ചു വരുമ്പോൾ തന്നെ ദാവീദിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ നടന്ന ഭക്തന്മാരെ ഉറപ്പിക്കാൻ വേണ്ടി പൗലോസ് ചില ഭാഗങ്ങളെ കൈമാറ്റം ചെയ്യുകയാണ്. അവിടെ റെക്കമെൻഡേഷൻ ഇല്ലാതെ ഉയർന്നു വന്ന ഒരു മനുഷ്യൻ, വിശ്വാസത്താൽ അടുത്ത തലങ്ങളിലേക്ക് കയറിയ ഒരു ഭക്തനായ മനുഷ്യനാണ് ദാവീദ്. റെക്കമെൻഡേഷൻ ഇല്ല. നമ്മളൊരു ജോലിക്ക് വേണ്ടി പോയാൽ രാഷ്ട്രീയക്കാരുടെ റെക്കമെൻഡേഷനുണ്ട്, വിവിധ തരങ്ങളിൽ റെക്കമെൻഡേഷനുണ്ട്. റെക്കമെൻഡേഷൻ ആളുകൾക്കൊരു മുൻഗണന ലഭിക്കും. എന്നാൽ റെക്കമെൻഡേഷൻ ഇല്ലാതെ കയറി വന്ന, വിശ്വാസത്തിൽ വളർന്നു വന്ന, ഉയർച്ചയുടെ പടവിലേക്ക് കയറിയ ഒരു മനുഷ്യനാണ് ദാവീദ്. എൻ്റെ അപ്പനും അമ്മയും കൂടെ എന്നെ ഉപേക്ഷിച്ചു, ദാവീദ് പറയുകയാണ്. അപ്പൊ രാജാക്കന്മാരുടെ കൂട്ടത്തിൽ പൗലോസ് വിശ്വാസത്തെ ഉറപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ച ശക്തനായ ഒരു മനുഷ്യനാണ് ദാവീദ്. വിശ്വാസത്തിൽ നടന്ന ഒരു മനുഷ്യൻ, ഇശ്ശായിയുടെ മകൻ. അപ്പൊ ഈ ശൗലിനെ രാജാവായി വാഴിച്ചതിൽ എനിക്ക് മനസ്താപമായിരിക്കുന്നു. ദൈവം പറയുകയാണ്. അവിടെ ദാവീദിന്റെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് ശമൂവേല് പ്രവാചകൻ പറഞ്ഞ പ്രവചനം 1 ശമൂവേലിന്റെ പുസ്തകം 15:28 അവിടെ യഹോവ ഇന്ന് ഇസ്രായേലിന്റെ രാജത്വം നിങ്ങളിൽ നിന്ന് കീറി നിന്നേക്കാൾ ഉത്തമനായ നിന്റെ കൂട്ടുകാരന് കൊടുത്തിരിക്കുന്നു. അപ്പൊ ഈ ശൗലിനെ രാജസ്ഥാനത്ത് നിന്ന് നീക്കാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നു. നിന്നേക്കാൾ ഉത്തമനായ ഒരുവന്റെ മേൽ കൈമാറ്റം ചെയ്യുമ്പോൾ, അപ്പോൾ വിശ്വാസത്താൽ റെക്കമെൻഡേഷൻ ഇല്ലാതെ വളർന്നു വന്ന, ദൈവത്തിന്റെ സ്പർശനത്താൽ വളർന്നു വന്ന ഒരു ഭക്തനാണ് ദാവീദ്. അപ്പോൾ ദൈവം രാജസ്ഥാനത്ത് നിന്ന് ശൗലിനെ മാറ്റാൻ തള്ളിയിട്ടും അവനെക്കുറിച്ച് ദുഃഖിച്ചിരിക്കുന്ന ശമൂവേൽ ദൈവത്തിന്റെ പദ്ധതി മറ്റൊന്നായി മാറിയിട്ടും താൻ തിരഞ്ഞെടുത്ത ഒരു മനുഷ്യനെന്ന ബോധ്യത്തിൽ വളരെ ദുഃഖത്തോടെ താൻ തിരഞ്ഞെടുത്തിട്ടും അവൻ യഥാർത്ഥമായ ആത്മീയ വ്യവസ്ഥയിൽ നിന്ന് മാറിപ്പോയല്ലോ എന്ന് വേദനയോടെ ഇരിക്കുന്ന മനുഷ്യനാണ് ശമൂവേൽ. അപ്പോൾ നീ എന്തിനാ ഇന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? നീ എഴുന്നേറ്റ് ബെത്ലഹേമിനെയായ ഇശ്ശായിയുടെ അടുക്കൽ പോണം. നിന്നെ ഞാൻ അവിടേക്ക് അയക്കുകയാണ്. അവിടെ ഇസ്രായേൽ രാജാവായി ഞാൻ ഒരുവനെ കണ്ടിട്ടുണ്ട്, അവനെ അഭിഷേകം ചെയ്യണം. അപ്പം ദൈവം ഒരുവനെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ, അവൻ ആ തിരഞ്ഞെടുപ്പിനകത്ത് നിന്നില്ലെങ്കിൽ അവനല്ല മറ്റൊരുവനെ തിരഞ്ഞെടുത്ത് ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റും. ഇവിടെ നീ കരഞ്ഞുകൊണ്ടിരിക്കരുത്, നീ എവിടേക്ക് ചെല്ലണം. ദൈവം നിന്നെ ആ വിഷയത്തിനകത്ത് അനുദപിച്ചിരിക്കുകയല്ല. ദൈവം അടുത്ത തൻ്റെ ദൈവിക ദൗത്യത്തിനു വേണ്ടി സമയം കളയാതെ അടുത്ത വ്യക്തിയെ തിരഞ്ഞെടുക്കാൻ വേണ്ടി ദൈവം തയ്യാറാകുകയാണ്. ഒരു ദേശത്തിൽ ദൈവിക ദൗത്യത്തിനു വേണ്ടി ദൈവം ഒരാളെ തിരഞ്ഞെടുത്തു.
അയാളതൊന്ന് വ്യതിചലിച്ചു. അതിന് ദൈവത്തിന് പകരം വെക്കാൻ ആളില്ലെന്നല്ല, ബാലിന് മുട്ടുമടക്കാത്ത 7000 പേരെ ഞാൻ ശേഷിച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നതിന് നീ എനിക്ക് വേണ്ടി അഭിഷേകം ചെയ്യണം. അവിടെ ഇസ്രായേലിന് രാജാവായി നിർത്താൻ തടിമിടുക്കും പൊക്കവുമുള്ള 7 മക്കളെ ഇശ്ശായി കൊണ്ടുവന്ന് മുമ്പിൽ നിൽക്കുകയാണ്. വിശ്വാസത്താൽ ആടുമേയ്ക്കുന്ന ഒരു മനുഷ്യൻ ദാവീദിനെ പുറത്തു കൊണ്ടുവരുന്നതിൻ്റെ അപ്പൻ പോലും ആഗ്രഹിക്കുന്നില്ല. അതാണ് ദാവീദ് ഒരിക്കൽ പറഞ്ഞത്, എൻ്റെ അപ്പനും അമ്മയും കൂടെ എന്നെ ഉപേക്ഷിച്ചു. അപ്പോൾ വിശ്വാസത്താൽ നടക്കുന്ന ഒരു മനുഷ്യൻ, വിശ്വാസത്താൽ ദൈവത്തെ കാട്ടിനകത്ത് പാടി സ്തുതിക്കുന്ന ഒരു ഭക്തൻ. അവസാനം അപ്പനോട് അങ്ങോട്ട് ചോദിക്കുമ്പോഴാണ് അപ്പൻ പറയുന്നത്, ഇളയവനുണ്ട്, അവൻ ആടുമേയിച്ചു കൊണ്ട് നടക്കുന്നു. അപ്പോൾ അപ്പൻ്റെ ചിന്ത, ഈ 7 പേരിൽ ആരെങ്കിലും ഒരാൾ രാജാവായ മതി. ഇളയവനെ ആടുമേയ്ക്കാനായി അപ്പൻ വേർതിരിച്ചിരിക്കുകയാണ്. പക്ഷെ ദൈവം ഇളയ മകനെ അപ്പൻ ആടുമായി മേയ്ക്കാൻ വേണ്ടി വേർതിരിച്ചിരിക്കുമ്പോൾ കർത്താവ് അവനെ രാജ്യത്തിൽ ജനത്തെ നയിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അതിനുവേണ്ടി ദൈവത്തിൻ്റെ ആത്മാവനെ വേർതിരിക്കുകയാണ്. അപ്പനവനെ ആടുമേയ്ക്കാൻ വേണ്ടി വേർതിരിച്ചിരിക്കുമ്പോൾ ദൈവം അവനെ രാജ്യത്തിൻ്റെ രാജാവായി ജനത്തെ നയിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പോൾ മനുഷ്യന്റെ തിരഞ്ഞെടുപ്പല്ല ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ്. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ആർക്കും അളന്നുകൂടാൻ കഴിയാത്തതാണ് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ്. അപ്പോൾ ശമൂവേൽ ദാവീദിനെ കുറിച്ച് പറയുകയാണ്, അവൻ വന്നിട്ടല്ലാതെ നമ്മൾ പന്തിക്കിരിക്കില്ല. കാട്ടിൽ മാറ്റി നിർത്തപ്പെട്ട മനുഷ്യൻ ഇന്ന് അവിടത്തെ സ്പെഷ്യൽ ഗസ്റ്റായി മാറിയിരിക്കുകയാണ്. വിശ്വാസത്തെ നടത്തപ്പെട്ട ദാവീദ് റെക്കമെൻഡേഷൻ ഇല്ലാതെ ഉയർന്നു വരുന്ന തലങ്ങളെക്കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. കാട്ടിലൊറ്റപ്പെട്ടിരിക്കുന്ന ഈ മനുഷ്യൻ, അവൻ ഈ സ്ഥലത്ത് ഇശ്ശായിയുടെ ഭവനത്തിനകത്ത് അന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റാണ്. അപ്പൊ ഈ ദാവീദിനെ കുറിച്ച് പറയുന്നത് അവൻ പവിഴ നിറമുള്ളവനാണ്, അത് നമ്മുടെ വിഷയമല്ല. അവിടെ അവനെ കണ്ടതും യഹോവ ശമൂവേലിനോട് പറയുകയാണ്, ഇവനാകുന്നു, ഇവനെ അഭിഷേകം ചെയ്യണം. രാജ്യത്തിന് അത്യാവശ്യമുള്ളവനാണ് ഇവൻ. ഈ സഹോദരന്മാരുടെ നടുവിൽ വെച്ച് ദാവീദിനെ രാജാവായി അഭിഷേകം ചെയ്യുന്നു. അന്നു മുതൽ ശൗലിനെ യഹോവയുടെ ആത്മാവ് വിട്ടുമാറി ദൈവത്തിൽ നിന്ന് അയച്ച ഒരു ദുരാത്മാവ് ശൗലിനെ വ്യാപരിക്കുകയാണ്. അവിടെ വിശ്വാസത്താൽ കിന്നരം വായിക്കുന്ന ദാവീദ്, കിന്നരം വായിക്കുമ്പോൾ ശൗലിൽ നിന്ന് ദുരാത്മാക്കൾ വ്യാപരിച്ചിരുന്ന ദുരാത്മാക്കൾ മാറിപ്പോകാൻ തുടങ്ങി. ഈ കാട്ടിനകത്ത് വിശ്വാസത്താൽ കിന്നരം വായിച്ച ദാവീദ് കൊട്ടാരത്തിനകത്ത് കിന്നരം വായിക്കുന്ന നിലവാരങ്ങളിലേക്ക് ദൈവം ഉയർത്തി. താൻ വിശ്വാസത്താൽ കിന്നരം വായിക്കുമ്പോൾ ശൗലിന്റെ മേൽ നിന്ന് ദുരാത്മാക്കൾ അടിഞ്ഞുപോയി. അപ്പൊ ശൗലിന് ആശ്വാസവും സുഖവും ദുരാത്മാവിൽ നിന്ന് ലഭിക്കുന്നത് ഈ ദാവീദിന്റെ കിന്നര വായനയിലൂടെയാണ്. നമ്മൾ ആ അധ്യായങ്ങളെ ധ്യാനിച്ചും ഒക്കെ വരുമ്പോൾ ഈ ഇസ്രായേൽ ജനവും ഫെലിസ്ത്യ ജനവും തമ്മിൽ പടക്കണിനിരക്കുകയാണ്. ഫെലിസ്ത്യരുടെ ഇടയിൽ ഒരു മല്ലൻ നിൽക്കുന്നു. നമ്മൾ ധ്യാനിച്ചിട്ടുള്ള ഭാഗമാണ്. ഈ മല്ലൻ മുന്നോട്ട് വന്ന് അവന്റെ ശരീരവും ആയുധവർഗവും എല്ലാം ഇസ്രായേൽ ജനത്തെ കാണിച്ച് ഭയപ്പെടുത്തുന്ന സാഹചര്യത്തിൽ ഫെലിസ്ത്യ ഇസ്രായേൽ നിരകളോട് പറയുകയാണ്, നിങ്ങൾ എന്തിനാ എല്ലാവരും കൂടെ എന്നോട് യുദ്ധം ചെയ്യാൻ വരുന്നത്? നിങ്ങൾ ഒരുവനെ എന്നോടൊപ്പം യുദ്ധം ചെയ്യാൻ അയക്കണം. അത് അവൻ എന്നെ കൊന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് അടിമകളാവാം, അല്ലെങ്കിൽ നിങ്ങൾ മറിച്ചെങ്കിൽ ഞങ്ങൾക്ക് അടിമകളാവാം. വെല്ലുവിളിയുമായി ഇസ്രായേൽ നിരകൾക്കെതിരെ നിൽക്കുന്ന ഫെലിസ്ത്യൻ, ഭയന്ന് വിറച്ചിരിക്കുന്ന ഇസ്രായേൽ ജനം, ഭ്രമിച്ചു പോയിരിക്കുന്ന ഇസ്രായേൽ. അപ്പം അന്യാരാധന ശക്തിയുടെ പ്രതിനിധിയായി ഒരുവൻ നിന്ന് വെല്ലുവിളിക്കുകയാണ്, നിങ്ങളുടെ ഇടയിൽ നിന്ന് ആരെങ്കിലും ഉണ്ടോ എനിക്കെതിരെ? തിരിച്ച് ചോദ്യം ചോദിക്കാൻ ആരുമില്ലാത്ത അവസ്ഥയിൽ ദൈവത്തെ ആരാധിക്കുന്ന കൂട്ടം മാറി നിൽക്കുന്നു. അവരുടെ പ്രതിനിധിയായി മുന്നിൽ നിർത്താൻ ഒരാളില്ല. അന്യാരാധന ശക്തിയുടെ പ്രതിനിധിയായി ഒരുവൻ വരികയാണ്. എന്നോടൊപ്പം എതിർക്കാൻ ആരുണ്ട്? തിരിച്ച് അവർക്ക് പ്രതിനിധിയായി മുന്നിൽ നിൽക്കാൻ ഒരാളില്ല. ഭയന്നുപോയി വിറച്ചിരിക്കുകയാണ്. അവിടെ ആ സാഹചര്യത്തിലാണ് അപ്പൻ കൊടുത്തുവിട്ട ഭക്ഷണവുമായി വിശ്വാസത്തിൽ നടക്കുന്ന ഈ മനുഷ്യൻ, ദാവീദ് എന്ന മനുഷ്യൻ ഈ സ്ഥലത്തെത്തുന്നത്. അപ്പൊ ഈ ദാവീദ് അവിടെ എത്തുമ്പോൾ ഗോലിയാത്ത് ഇസ്രായേൽ ജനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് ദാവീദ് കാണുന്നത്. ഈ ഇസ്രായേൽ തൻ്റെ മുമ്പിൽ നിന്ന് ഓടി ഒളിക്കുന്നത് അയാൾ കാണുകയാണ്. അപ്പൊ ശൗല് അവിടെ ഒരു ഓഫർ വയ്ക്കുന്നുണ്ട്. നമ്മൾ ആ ഭാഗത്തെ ധ്യാനിച്ച് വരുമ്പോൾ
ഈ മനുഷ്യനെ ഇല്ലായ്മ ചെയ്യുന്നവനെ രാജ്യത്ത് സമ്പന്നാക്കും, മകളെ വിവാഹം കഴിച്ചു കൊടുക്കും, അവന്റെ പിതൃഭവനത്തിന് ഇസ്രായേൽ കരമുണ്ടാകുക കൽപ്പിച്ചു, കരമൊഴിവ് കൽപ്പിക്കും. ഇതൊക്കെ ദാവീദ് പറയുന്നു. അപ്പോൾ ദാവീദിന്റെ ചോദ്യം നമ്മളവിടെ വളരെ ശ്രദ്ധേയമായി ധ്യാനിക്കുന്ന വിശ്വാസത്തിന്റെ ഒരു ചോദ്യമുണ്ട്. ദാവീദിന്റെ ജീവനുള്ള ദൈവത്തിന്റെ സേനകളെ നിന്ദിപ്പാൻ ഈ അഗ്രചർമ്മിയായ ഫെലിസ്ത്യൻ ആർ? അപ്പൊ ഈ വിശ്വാസത്തിന്റെ വാക്കുകൾ ഈ വിശ്വാസത്തിന്റെ വാക്കുകളെ, അന്ന് പറഞ്ഞ വിശ്വാസത്തിന്റെ വാക്കുകളെ അവസാനം വരെ ദാവീദ് ഈ ഫെലിസ്ത്യനെ ഇല്ലായ്മ ചെയ്യുന്ന ആ വാക്കിൽ നിന്ന് മാറ്റം വരുത്തിയിട്ടില്ല. ശൗല് അതിൽ നിന്ന് വ്യതിചലിക്കാൻ നോക്കിയിട്ട് മാറിയില്ല. സഹോദരന്മാർ നിനക്കതിനുള്ള കഴിവില്ലെന്ന് പറഞ്ഞിട്ട് അവന്റെ ദൈവത്തിലുള്ള വിശ്വാസത്തിന്റെ വാക്ക് അവന്റെ ശരീരത്തിന്റെ ബലം കൊണ്ട് അവനെ പിന്തിരിപ്പിക്കാൻ നോക്കിയെങ്കിലും, അവന്റെ കുറവുകൾ പറഞ്ഞ് അവനെ പിന്തിരിപ്പിക്കാൻ നോക്കിയെങ്കിലും അവന്റെ ആ വിശ്വാസത്തിന്റെ വാക്കുകളിൽ നിന്ന് അവൻ മാറ്റം വരുത്തിയിട്ടില്ല. അപ്പൊ ഈ വിശ്വാസത്തിന്റെ പ്രഖ്യാപനത്തിൽ അവൻ വീണ്ടും പറയുകയാണ്, മുമ്പ് ഞാനൊരു കരടിയും സിംഹത്തെയും എല്ലാം വലിച്ചു കീറിയിട്ടുണ്ട്, അതുപോലെ ഇവനെയും ഞാൻ വലിച്ചു കീറും, അതുപോലെ ദൈവത്തിലുള്ള വിശ്വാസത്താൽ ഞാൻ ഇവനെ ഇല്ലായ്മ ചെയ്യും. അപ്പൊ യഹോവ തന്നെ രക്ഷിക്കുമെന്നുള്ള വലിയ വിശ്വാസത്തിന്റെ ആഴം ഈ ദാവീദിന്റെ മേലുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് എബ്രായ ലേഖനത്തിനകത്ത് ഈ ഭാഗത്തെ എടുത്തെഴുതിയിരിക്കുന്നു, വിശ്വാസത്താൽ ദാവീദ്. അപ്പം ഈ ശൗൽ തന്റെ പടക്കോപ്പൊക്കെ കൊടുക്കുന്നെങ്കിലും വിശ്വാസത്തിൽ നടക്കുന്ന ഈ മനുഷ്യൻ പറയാം, എനിക്ക് ശീലമില്ല, ഈ പുറം വസ്ത്രങ്ങളൊന്നും എനിക്ക് ശീലമില്ല. അപ്പൊ അതുകൊണ്ട് വിശ്വാസത്തിൽ നടക്കുന്നവന് പുറം വസ്ത്രങ്ങളോ മറ്റ് മോടിയോ ഒന്നുമല്ല അവന്റെ വിഷയം. അവനവന്റെ വടിയുമെടുത്ത് മിനുസമുള്ള 5 കല്ലും തിരഞ്ഞെടുത്ത് അവന്റെ ഇടയസഞ്ചിലാക്കി പൊക്കണത്തിലിട്ട് കയ്യിൽ കവണമായി ഫെലിസ്ത്യന്റെ മുമ്പിലേക്ക് പോവുകയാണ്. ഇവിടെ വിശ്വാസത്തിൽ വരുന്നവനെ കണ്ട് ഫെലിസ്ത്യൻ ചോദിക്കുന്ന ചോദ്യമുണ്ട്, നീ എന്താ ഒരു വടിയുമായി ഒരു നായയുടെ നേരെ എന്ന പോലെ എൻ്റെ മേൽ വരുന്നത്? അവിടെ പൗലോസ് തിരിച്ച് ദാവീദ് പറയുന്ന വാക്ക് വളരെ ശ്രദ്ധേയം, വളരെ നമ്മളെ ചലഞ്ച് ചെയ്യിപ്പിക്കുന്ന ഒരു വാക്യമുണ്ട്. അവിടെ പറയുന്ന വിശ്വാസത്തിന്റെ വാക്കുകൾ, നീ വാളും കുന്തവുമായിട്ടാണ് ഫെലിസ്ത്യനെ നീ എൻ്റെ അടുക്കൽ വരുന്നത്, പക്ഷേ ഞാൻ എൻ്റെ യഹോവയുടെ നാമത്തിൽ നിന്റെ അടുക്കൽ വരുന്നു. നീ നിന്ദിച്ച ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ എൻ്റെ മുമ്പിൽ വരുന്നു. അപ്പൊ അവിടെ ഈ ശക്തമായ വിശ്വാസത്തിന്റെ പ്രഖ്യാപനങ്ങൾ നടത്തി ദാവീദ് മുന്നോട്ട് പോവുകയാണ്. ആ വിശ്വാസമാണ് അന്ത്യം വരെ ദാവീദ് നടത്തിയത്. അപ്പൊ ദാവീദ് ഫെലിസ്ത്യന്റെ മുമ്പിൽ ചെന്ന് സഞ്ചിയിൽ നിന്ന് കല്ലെടുത്ത് കവണയിൽ വെച്ച് അടിക്കുമ്പോൾ നമ്മുടെ നാട്ടിലൊരു പദം പറയും, അടി തെറ്റിയാൽ ആനയും വീഴും എന്ന് പറയും. അതേപോലെ നെറ്റിയിൽ കൃത്യം കല്ലുകൊണ്ട് ഈ ഫെലിസ്ത്യൻ നിലത്ത് വീണു. വിശ്വാസമുള്ളവൻ കവണയും കല്ലും കൊണ്ട് ഫെലിസ്ത്യനെ ജയിച്ചു. അവന്റെ വാളെടുത്ത് തന്നെ അവന്റെ തല വെട്ടി. അപ്പൊ മല്ലനിലുള്ള വിശ്വാസത്തിൽ നിന്ന ഫെലിസ്ത്യ സൈന്യം അവർ വിട്ടുഓടി. എന്നാൽ ദൈവത്തിന്റെ വിശ്വാസത്തിൽ നിന്ന് അവൻ ജയിച്ചു. എന്നിട്ട് ദാവീദ് ഫെലിസ്ത്യന് നേരെ ചെല്ലുന്നത് കണ്ട ശൗലിന് മനസ്സിലായി, ഇവിടം തൊട്ടാണ് ഫെലിസ്ത്യനെ വീഴുന്നത് തൊട്ട് ദാവീദിന്റെ ഉയർച്ചയുടെ, ദാവീദിന്റെ പ്രമോഷന്റെ തലങ്ങൾ ആരംഭിക്കുകയാണ്. അവിടെ പറയാണ്, ഈ ശൗല് പറയാണ്, ശൗലിന് മനസ്സിലായി ഇവൻ ഇവിടെ ഒതുങ്ങുന്നവനല്ല. ഞാനൊരു കുറച്ച് നാൾ മുമ്പ് ഒരു വീഡിയോ ആരും അയച്ചു തന്ന കണ്ടാണോ, കാട്ടിനകത്തുനിന്ന് ഒരു ആന ഇറങ്ങി വരുന്നു. ആന ഇറങ്ങി വരുമ്പോൾ ഒരു ശൗര്യത്തോടെ ഒരു കൊച്ചു പട്ടിയെന്ന് കുരയ്ക്കുകയാണ്. ഒരു കൊച്ചു നായ. ഈ നായ ശൗര്യത്തോടെ നിൽക്കുമ്പോഴെല്ലാം ആന പുറകോട്ട് വലിയാൻ തുടങ്ങി. അവസാനം ആന തിരിച്ച് കാട്ടിലേക്ക് പോയി. അപ്പൊ ഈ ദാവീദിന്റെ ശൗര്യവും അവന്റെ വെല്ലുവിളിയും ശബ്ദവും എല്ലാം കേട്ടപ്പോൾ തന്നെ ശൗലിന് മനസ്സിലായി, ഇവൻ സാധാരണക്കാരനല്ല, ഇവന്റെ മേൽ വ്യാപരിക്കുന്ന വിശ്വാസം വലുതാണ്. അവനോടൊപ്പം യഹോവയുണ്ട്. അത് ഓരോ നിമിഷവും തെളിയിക്കുകയാണ്. ഈ മേഖലയിൽ ദാവീദിന്റെ മേലുള്ള വിശ്വാസത്താൽ ദാവീദ് അടുത്ത പ്രൊമോഷന്റെ തലങ്ങളിലേക്ക് 1ാം സ്റ്റെപ്പ് വയ്ക്കുകയാണ്. അവിടെ കൊണ്ട് അവസാനിച്ചില്ല. ഈ പ്രൊമോഷൻ തന്റെ രാജകൊട്ടാരത്തിൽ തന്റെ മകന്റെ ഹൃദയത്തിനകത്തേക്ക് ഇടം നേടി. അവിടെയുള്ള ജനത്തിന്റെ നിലയിലേക്ക് ഇടം നേടി. അവസാനം ജനം വിളിച്ച് പറയണം, ദാവീദോ 10,000 കൊന്നു. ജനത്തിന്റെ ഹൃദയത്തിനകത്തേക്ക്. അപ്പോൾ ശൗല് പറയുന്ന ഒരു പദമുണ്ട്, അവന് രാജസ്ഥാനമല്ലാതെ വേറെന്താ അവന് കൊടുക്കേണ്ടു? ഇനി രാജസ്ഥാനം മാത്രമേ അവന് കൊടുക്കാനുള്ളൂ. അപ്പൊ പ്രൊമോഷന്റെ തലം റെക്കമെൻഡേഷൻ ഇല്ലാതെ വിശ്വാസത്താൽ ദാവീദ് കയറി പോവുകയാണ്. 1ാമത്തെ തലം തനിക്കെതിരെ നിന്ന ഇസ്രായേൽ ജനത്തിനെ നിന്ന ശത്രുവിനെ അടിച്ചിട്ടു. 2, അവന്റെ മകന്റെ ഹൃദയത്തിനകത്തേക്ക് ഈ ദാവീദിന് സ്വാധീനം ലഭിച്ചു. ജനത്തിന്റെ ഇടയിലേക്ക് ദാവീദിന് സ്വാധീനം ലഭിച്ചു.
അപ്പൊ അതുകൊണ്ട് അന്ന് മുതൽ ദാവീദിന് ശൗലിന് കണ്ണുകടി തുടങ്ങി. അങ്ങനെ ഒരു പദം തന്നെ ചോദിച്ചിട്ടുണ്ട്, കണ്ണുകടി തുടങ്ങി. അപ്പൊ ഈ നമ്മുടെ നാട്ടിൽ ആളുകൾ കണ്ണുകടി ഉണ്ടാവുന്നതാണ്. നമ്മുടെ കണ്ണുകടി ഉണ്ടാവുമ്പോഴാണ് പലതും ചെയ്യുന്നത്. ഞാൻ ഒരാളോട് ചോദിച്ചു, ഒരാൾക്കെതിരെ ശുദ്രം ചെയ്തു എന്നാ പറഞ്ഞ. അപ്പൊ അതെന്തിനാ ശുദ്രം ചെയ്തതെന്ന് ചോദിച്ചാൽ അയാൾ ചോദിക്കുക, അത് എന്നോട് അയാൾക്ക് കണ്ണുകടിയാണ്. മനസ്സിലായി? അപ്പൊ പല കാര്യങ്ങളും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പരസ്പരം കണ്ണുകടി തോന്നാം. അപ്പൊ ഈ വിഷയത്തിലേക്ക് നമുക്ക് വരാം. അവിടെ കണ്ണുകടി തുടങ്ങി. ഈ ജനത്തിന്റെ ഈ സ്തുതിക്കുന്ന പാട്ടുണ്ടല്ലോ, ദാവീദിനെ ഉയർത്തിയുള്ള ഈ പാട്ട് ശൗലിന്റെ മേൽ അസ്വസ്ഥതയുണ്ടായി. പക്ഷേ ഈ മേഖലയിലെല്ലാം ദാവീദ് ഉയർന്നുകൊണ്ടേയിരുന്നു. റെക്കമെൻഡേഷൻ ഇല്ലാതെ ആരാധിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, വചനം ധ്യാനിക്കുന്ന, ദൈവകൃപയിൽ നിൽക്കുന്ന ഭക്തന്മാർക്ക് ഉയർന്നു വരാൻ കഴിയും. അതിന് ഉദാഹരണമാണ് പൗലോസ് വിശ്വാസത്താൽ ദാവീദ് എന്ന പദത്തെ കൊണ്ടുവന്നത്. വിശ്വാസത്താൽ കൊട്ടാരത്തിൽ വരെ കയറി റെക്കമെൻഡേഷൻ ഇല്ലാതെ രാജപദവിയിലേക്ക് ഉയർന്നപ്പെട്ട മനുഷ്യനാണ് ദാവീദ്. അപ്പൊ ഈ ദാവീദ് വിശ്വാസമുള്ളവന്റെ മേൽ കണ്ണുകടി തുടങ്ങിയപ്പോൾ പിറ്റേന്നാൾ ദൈവത്തിന്റെ പക്കൽ നിന്നുള്ള ഒരു ദുരാത്മാവ് ശൗലിന്റെ മേൽ വന്നു. അപ്പൊ ഈ ദുരാത്മാവ് ശൗലിനെ വ്യാധിക്കുമ്പോൾ സൗഖ്യമാക്കുന്നത് വിശ്വാസമുള്ളവന്റെ കിന്നര വായനയാണ്. ആ കിന്നര വായനയ്ക്കകത്ത് വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവന്റെ മേൽ തന്നെ കുന്തമറിയുകയാണ്. വിടുതലിന് വേണ്ടി പ്രവർത്തിക്കുന്നതിന്റെ മേൽ തന്നെ കുന്തമറിയുകയാണ്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നമുക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന വ്യക്തികൾക്കെതിരെ കുന്തമറിയരുത് നമ്മൾ. അപ്പൊ ഈ ശൗല് പൈശാചിക മേഖലകൾ വിട്ടുമാറുമ്പോൾ ദാവീദിനെതിരെ കുന്തമറിയും. അപ്പൊ ഈ വിശ്വാസത്താൽ ഈ കുന്തത്തിന്റെ മുമ്പിൽ നിന്നെല്ലാം, പ്രതിസന്ധികളുടെ മുമ്പിൽ നിന്നെല്ലാം ദാവീദ് ഒഴിഞ്ഞു മാറി. ദൈവത്തിലുള്ള വിശ്വാസത്താൽ. മാനുഷിക ബലം കൊണ്ട് ഇതിനൊന്നും ജയിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് വിശ്വാസത്താൽ ദാവീദ്, ഇനി ദാവീദിനെ തന്നെ കുരുക്കാൻ വേണ്ടി തൻ്റെ മകൾ മീകളുടെ സ്വഭാവം ഉണ്ടെന്നൊക്കെ ശൗലിനറിയാം. ഇങ്ങനെയെങ്കിലും അവന്റെ സ്വസ്ഥത കിടട്ടെ എന്ന് പറഞ്ഞ് മീകളിനെ തലയിൽ വെച്ചു കൊടുക്കുകയാണ്. പിന്നെ ഒരു പുതിയ ബന്ധം കൊടുക്കുകയാണ്. അവന്റെ നാശത്തിനു വേണ്ടി ശൗൽ ഒരുക്കുന്ന പദ്ധതികളുണ്ട്. അവളെ ഈ പദ്ധതികൾ ഒരുക്കുന്നുണ്ട്. അപ്പൊ ഈ തൻ്റെ മകളെക്കുറിച്ച് അപ്പന് നല്ല ബോധ്യമുണ്ട്. എങ്ങനെയെങ്കിലും ദാവീദിന്റെ തലയിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇവളൊരു കെണി മകളായിരിക്കും എന്ന് പറഞ്ഞാൽ ഇവനൊരു കെണിയായിരിക്കും. വിശ്വാസത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ദാവീദിന് തൻ്റെ മകൾ ഒരു കെണിയായിരിക്കുമെന്ന് പറഞ്ഞ് അവൻ വെച്ചു കൊടുത്തു. നമ്മുടെ നാട്ടിൽ പറയും തലയിൽ വെച്ചു കൊടുത്തു എന്നൊക്കെ പറയും. അതേപോലെ വെച്ചു കൊടുത്തു. പക്ഷേ മീകളിന് ദാവീദിന്റെ അടുക്കളെത്തിയപ്പോൾ കാര്യം മനസ്സിലായി, ഇവൻ വിശ്വാസത്തിൽ നടക്കുന്നവനാണ്. അവനും ദൈവവുമായി വലിയ ബന്ധമുണ്ട്. അവൻ വിശ്വാസത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നവനാണ്. ദാവീദിന്റെ മേലുള്ള ദൈവത്തിന്റെ കൃപ ഈ മീകളിനെ വ്യാപരിച്ചു. മീകൾ അവനെ സ്നേഹിച്ചു തുടങ്ങി. പിന്നീട് മീകൾ പരിഹസിക്കുന്നതൊക്കെ നമ്മൾ വായിക്കുന്നുണ്ടെങ്കിൽ മീകൾ അവനെ വളരെയധികം സ്നേഹിച്ചു തുടങ്ങി. അപ്പൊ ഇവിടെ ദാവീദിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി വിശ്വാസത്താൽ വളർന്നുകൊണ്ടിരിക്കുന്ന ദാവീദിനെ ഇല്ലായ്മ ചെയ്യാൻ മറ്റൊരു മേഖല പ്രയോഗിക്കുന്നുണ്ട് ഈ ശൗല്. ഈ മീകളിനെ തന്റെ മകളെ വിവാഹം കഴിക്കാൻ വേണ്ടി ഫെലിസ്ത്യരിൽ ഇത്ര പേരെ കൊന്നു കഴിഞ്ഞാൽ അതാണ് നിന്റെ സ്ത്രീധനം. അപ്പൊ ഫെലിസ്ത്യരുടെ കയ്യാലെങ്കിൽ അവൻ ഇല്ലായ്മ ചെയ്യപ്പെടട്ടെ എന്ന് ശൗൽ ആഗ്രഹിച്ചു. ആ കുതന്ത്രങ്ങളൊക്കെ പരാജയപ്പെട്ടു പോയി. വിശ്വാസത്തിൽ ജീവിക്കുന്ന, ദൈവത്തെ മുറുകെ പിടിച്ചിരിക്കുന്ന ദാവീദ് ഒന്നേ റെക്കമെൻഡേഷൻ ഇല്ലാതെ ആ മനുഷ്യൻ വളർന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയെ പരിചയപ്പെടുത്താനാണ് എബ്രായ ലേഖനത്തിനകത്ത് പൗലോസ് ദാവീദിനെ കൊണ്ടുവന്ന് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഈ ദാവീദിന്റെ കുടുംബജീവിതം തകർന്നു കാണാൻ ശൗൽ ആഗ്രഹിച്ചു. പക്ഷെ അവിടെയും വിശ്വാസത്താൽ അതിനെ ദാവീദ് അതിജീവിച്ചു. അപ്പൊ ഇവിടെ ദാവീദിന്റെ ഏറ്റവും ക്വാളിറ്റി ഉള്ള ഒരു വിശ്വാസത്തിൽ ജീവിക്കുന്ന ഒരു ഭക്തന്റെ ആത്മീയ ഉണർവിനെ ഹൃദയത്തിനകത്ത് പേര് ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ ക്വാളിറ്റി നമ്മൾ മനസ്സിലാക്കണം. ഡയറക്റ്റ് ശൗലിനെ നേർക്കുനേർ കൊല്ലാൻ വേണ്ടി അവസരം കിട്ടിയിട്ടും യഹോവയുടെ അഭിഷിക്തന്റെ മേൽ കൈവയ്ക്കരുത് എന്ന് പറഞ്ഞ് തന്റെ ജനത്തെ തടഞ്ഞവനാണ് ദാവീദ്. അതാണ് വിശ്വാസം ജീവിക്കുന്ന ഭക്തൻ. ദൈവം അവനെ സ്പർശിക്കട്ടെ എന്ന് ആഗ്രഹിച്ചു. അപ്പം ഈ തിന്മയ്ക്ക് പകരം താൻ തിന്മ ചെയ്തില്ല. അതുകൊണ്ട് ദാവീദിന്റെ മുന്നിൽ വെറും വട്ടപൂജ്യമായി ശൗൽ വെറും വട്ടപൂജ്യമായി മാറി. അതാണ് ആ ഭക്തന്റെ ആത്മീയ നിലവാരം. അപ്പൊ ഇവിടെ ദാവീദിന്റെ ഉയർച്ചയ്ക്കെതിരെ അസൂയയോടെ നിന്ന തന്നെ
പുറകെ നടന്ന് തന്നെ വകവരുത്താൻ നിന്ന ശൗലിന്റെ അവസ്ഥ ദയനീയമായിരുന്നു. ഫെലിസ്ത്യരുടെ യുദ്ധത്തിൽ പട ശൗലിന് നേരെ ഉയരുമ്പോൾ ഈ സ്വന്തം വാളിന് പുറത്തു ചാടി മരിക്കുകയാണ്. അതിനുശേഷം ഒരു അമാലേക്കിനോട് പറയാണ്, എന്നെ കൊല്ലുക. അങ്ങനെ അമാലേക്കിന്റെ കയ്യിൽ നിന്ന് എൻ്റെ ജീവൻ മുഴുവനായ അവന്റെ ശരീരത്തിൽ നിന്ന് മാറ്റപ്പെടുന്നു. മുഴുവൻ അവന്റെ ജീവിതത്തെ അതിനകത്ത് അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഈ ശൗലിന്റെ ഗ്രഹവും ദാവീദിന്റെ ഗ്രഹവും തമ്മിൽ യുദ്ധമുണ്ടായപ്പോഴെല്ലാം ശൗലിന്റെ ഗ്രഹം താഴ്ച ഭവിക്കുകയും ദാവീദിന്റെ ഗ്രഹം ദാവീദിന്റെ ബലം കൂടിയും ശൗലിന്റെ ഗ്രഹം ക്ഷയിച്ചും വന്നു. ഈ ജനത്തിന്റെ ആവശ്യപ്രകാരം ദാവീദ് അടുത്ത തന്റെ പ്രമോഷത്തിന്റെ ഏറ്റവും മുകളിലത്തെ തട്ടിലായ രാജപദവിയിലേക്ക് വരെ കൊണ്ട് ദൈവം എത്തിക്കുകയാണ്. വിശ്വാസത്താൽ അവൻ രാജപദവിയിൽ വന്നു. റെക്കമെൻഡേഷൻ ഇല്ലാതെ, ആരും ഉയർത്തിവിടാനില്ലാതെ. അപ്പൊ റെക്കമെൻഡേഷൻ ഇല്ലാതെ, ആർക്കും ഉയർത്തിവിടാനില്ലാതെ, ആൾബലമില്ലാതെ വിശ്വാസത്താൽ ജീവിക്കുന്നവന് പ്രാർത്ഥനയിൽ ദൈവകൃപയിൽ അവൻ ആഗ്രഹിക്കുന്ന തലങ്ങളിലേക്ക് ഉയർന്നു വരാൻ പറ്റും. അതിന് ഉദാഹരണമാണ് ദാവീദ്. അപ്പൊ ഈ രാജകീയ പദവിക്കകത്ത് ഉയർന്നിട്ടും, ആ ഭാഗത്ത് ഞാൻ പറഞ്ഞു നിർത്തുകയാണ്, ആ പദവിയിൽ ഉയർന്നിട്ടും ദാവീദ് നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കുന്ന രംഗമുണ്ട്. മീകൾ പറയുകയാണ്, നീ എന്തിനാ ഈ ആളുകളുടെ മുമ്പിൽ ഇങ്ങനെ നിന്റെ മഹത്വം കളഞ്ഞിങ്ങനെ ആരാധിക്കുന്നത്? അവിടെ പറയാണ്, ഞാൻ എൻ്റെ കഴിവ് കൊണ്ടല്ല ഈ മേഖലയിലെത്തിയത്, ആരും റെക്കമെൻഡ് ചെയ്തല്ല എന്നെ ഉയർത്തിയത്. ദൈവം എന്നെ രാജസ്ഥാനത്ത് നിന്ന്, നിന്റെ അപ്പനെ രാജസ്ഥാനത്ത് നിന്ന് വെട്ടി ദൈവം എന്നെ ഇവിടെ ഉയർത്തി. ആരുടെ റെക്കമെൻഡേഷൻ കൊണ്ടല്ല ഞാൻ ഉയർന്നു വന്നത്. അതുകൊണ്ട് ഞാൻ ഇനിയും എൻ്റെ പദവി മറന്ന് എൻ്റെ ജീവനേക്കാളുപരി, എൻ്റെ പണത്തെക്കാളുപരി, എൻ്റെ ഉയർച്ചയെക്കാളുപരി ശക്തമായ ദൈവത്തെ ആരാധിക്കും. അപ്പോൾ ഇനിയും ഞാൻ താഴും, എളിയവനാകും. ആ ഒരു പദം കൂടെ വായിച്ച് ഞാൻ നടത്താം. അവിടെ ഇനിയും ഞാൻ താഴും, എളിയവനാകും. ഈ കാണുന്നവരാരുമല്ല എനിക്ക് മഹത്വം നൽകുന്നത്, ദാവീദ് പറയുകയാണ്. അപ്പൊ എന്നെ ഉയർത്തിയത് വേറെ ആരുമല്ല, ദൈവത്താൽ. എന്നെ റെക്കമെൻഡ് ചെയ്ത് ഉയർത്തിക്കൊണ്ടുവരാൻ ആരുമില്ല. എൻ്റെ അപ്പനും അമ്മയും കൂടെ എന്നെ ഉപേക്ഷിച്ചു. അപ്പൊ കാട്ടിൽ കടന്ന എന്നെ റെക്കമെൻഡേഷൻ ഇല്ലാതെ വിശ്വാസത്താൽ പ്രാർത്ഥനകൾ ദൈവം ഉയർത്തിയെങ്കിൽ ഇവിടെ ഈ ജനത്തിന്റെ മുമ്പിൽ, ഈ കാണുന്ന ജനമോ നീയോ ആരുമല്ല, നിന്റെ അപ്പനോ ആരുമല്ല എന്നെ ഉയർത്തിക്കൊണ്ടുവന്നത്. ആരും ഉയർത്തിവിടാനില്ലാതിരുന്നപ്പോൾ വിശ്വാസത്താൽ എന്നെ ഉയർത്തി. അപ്പൊ അതുകൊണ്ട് വിശ്വാസത്താൽ ജീവിക്കുന്ന നമുക്ക് ഉയർത്തപ്പെടുവാൻ കഴിയും. ദാവീദിനെ പോലെ വിശ്വാസത്തിൽ പടവുകൾ കയറി ഉയർച്ച പ്രാപിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, അങ്ങയുടെ വലിയ കരുണയ്ക്കായി ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ദാവീദിനെ പോലെ റെക്കമെൻഡേഷൻ ഇല്ലാതെ ദൈവകൃപയിൽ, ദൈവ സാമീപ്യത്തിൽ ഉയർന്നു വരാൻ പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപ ഞങ്ങളുടെ മേൽ പകരണം. ദൈവകൃപ ഗുണം നിറയ്ക്കും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ ആമേൻ. കത്തോളം ശ്രദ്ധിച്ചവരോട് നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.